ഹലോ എവരിവൺ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിബിൾ അല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ ചാറ്റിൽ മെൻഷൻ ചെയ്യണേ ഓഡിബിൾ ആണെങ്കിൽ. കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് 41st മൈൻഡ്ഫുൾ ഇൻസൈറ്റ് ആണ് നടക്കുന്നത്. അപ്പോ നമ്മുടെ മെഡിറ്റേഷന് ഇന്നും ലാസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് നമ്മളെ ഈ സെഷന് കഴിഞ്ഞ് ലാസ്റ്റ് പോകുന്ന സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പിരിയാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക് ആരെങ്കിലും നോട്ട് എഴുതിയെന്നോന്ന് അറിയില്ല. ലിവ് ഇൻ ദിസ് മൊമെന്റ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. നമ്മള് ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഒരു വിധത്തിൽ എന്താക്കാൻ പറ്റും, നമുക്ക് മനോഹരാക്കാൻ പറ്റും. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമ്മളുടെ പോലും അറിയാത്ത പല കാര്യങ്ങളിലും നമുക്ക് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ അത് ഇതെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന നമ്മൾ അശ്രദ്ധ കൊണ്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. ചെറിയ ചെറിയ അശ്രദ്ധ മൂലം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാന്ന് പറയും. അപ്പൊ എന്താണ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടി പഠിക്കാന്ന് പറയുമ്പോൾ, എങ്ങനെയാണ് ഈ മൊമെന്റിൽ ജീവിക്കുക, ലിവ് ഇൻ ദിസ് മൊമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പോ ഒരു ഡെയിലി മോർണിംഗ് രാവിലെ തൊട്ട് നൈറ്റ് വരെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്? എല്ലാം ചാറ്റിൽ ഒന്ന് യെസ് ഓർ നോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സറിഞ്ഞാണോ ചെയ്യുന്നത്? മീൻസ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ടാവും. പ്രൊഫഷൻ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലിയും പ്രൊഫഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ജസ്റ്റ് ഒന്ന് യെസ് യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മൾ ഈ മൊമെന്റിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും, ഈ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. നമ്മള് ഒരു ക്ലീനിങ് ചെയ്യാണ്. ഇപ്പൊ വീട്ടമ്മമാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് അല്ല എന്ന് പറയുന്നവരുണ്ട്, ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ നമ്മള് മോർണിംഗില് ഒരു ഒന്നുകിൽ കിച്ചണിൽ എന്തെങ്കിലും ഒരു ജോലി, മീൻസ് ഈവൻ ഒരു പാത്രം കഴുകുന്ന ജോലി ആയിക്കോട്ടെ, പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചിന്ത ആ പാത്രം കഴുകുന്നതിലേക്ക് മാത്രമാണോ, അതോ അല്ലെ നമ്മൾ വേറെ ചിന്തകൾ വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ട് കിടക്കാണോ? അത് നോക്കിയാൽ മതി. നിങ്ങൾ ഈ നിമിഷത്തിലാണോ ജീവിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മൾ അത് അറിഞ്ഞുകൊണ്ടാണോ ജീവിക്കുന്നത്? മീൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്രത്തോളം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന ബോധത്തോട് കൂടിയിട്ടാണോ ചെയ്യുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ചിന്ത മീൻസ് ശരീരം എവിടെ ഉണ്ട്, മനസ്സ് വേറെ എവിടെ ആയിരിക്കും. ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ മൊമെന്റിൽ അല്ലാണ്ട് ഇരിക്കുക എന്ന് പറയുന്നത്. നമ്മളെ ശരീരം ഈ പ്രസന്റ് മൊമെന്റിൽ ഉണ്ടാവും, പക്ഷെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മളെ മനസ്സ് കിടക്കുന്ന ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരാന്റെ കാര്യങ്ങൾക്കിടയിലായിരിക്കും കിടക്കുന്നുണ്ടാവാം. അതിനെയാണ് നമ്മൾ ഈ മൊമെന്റിൽ ജീവിക്കാതിരിക്കുന്ന കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്ന് പറയാം. മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആ നിമിഷം നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് അറിഞ്ഞ് ചെയ്യാം. മൈൻഡ്ഫുൾ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആയിട്ട് മാറുന്നത്. അതാണ് നമ്മളെ ഹെൽത്തിനും ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലാത്ത ഭക്ഷണം കഴിക്കൽ എങ്ങനെ, നമ്മൾ ടേബിളില് അപ്പുറത്തിപ്പുറത്തൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും, നമ്മളങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഭക്ഷണം കഴിച്ചതോ അത് ഇറങ്ങിപ്പോയതോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതോ ഒന്നും, വയറു നിറഞ്ഞതോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയാം അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ അറിയണം. അതുവരെ നമ്മൾ കഴിച്ചതോ അല്ല എത്ര എമൗണ്ട് നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല. നമ്മൾ ഫുഡ് പിന്നെ ഈ സംസാരിച്ചുകൊണ്ട് കഴിക്കുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ TV കണ്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത്, മീൻസ് TV കണ്ടുകൊണ്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഈ ഒരു സമയത്ത് ആലോചിച്ചാൽ മതി നമ്മൾ എത്ര എമൗണ്ട് കഴിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയുന്നുണ്ടല്ലോ. കാരണം നമ്മൾ ആ മൊമെന്റിലല്ല, നമ്മൾ ആ
എന്താണ് ആ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം നമ്മൾ ആസ്വദിച്ചല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ഈ മൊമെന്റിൽ അല്ലാണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദ കേസ്, ഒട്ടുമിക്ക ആളുകളുടെ കേസും ഇത്തരത്തിലായിരിക്കും. നമ്മൾ ഈ മൊമെന്റിലായിരിക്കില്ല. നമ്മുടെ ശരീരം മാത്രമേ ഈ മൊമെന്റിൽ ഉണ്ടാവുള്ളൂ. നമ്മളെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെ? മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒരു മൊമെന്റിലേക്ക്, നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ പ്രസന്റ് മൊമെന്റിൽ ചെയ്യുന്ന കാര്യത്തിലേക്ക് കോൺഷ്യസ് ചെയ്യുക, ആ ബോധം അവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. നമ്മള് അല്ലെ പണ്ടെന്നോ കഴിഞ്ഞ കാര്യങ്ങള്, വേറെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറഞ്ഞ കാര്യങ്ങള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് അല്ലെ, നമ്മള് വീട്ടിലുള്ള ജോലി എടുക്കുന്നുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ കടയിലായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ് കാര്യങ്ങൾ, പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിന്ത മൊത്തം നമ്മൾ കഴിഞ്ഞ കാലത്തിലേക്ക്, ഇപ്പൊ അന്ന് അങ്ങനെ സംഭവിച്ചതോ ഇന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ, ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്, ഹസ്ബൻഡിന്റെ കാര്യം ആലോചിച്ചിട്ട്, അല്ലെ നമ്മളെ പാരന്റ്സിന്റെ കാര്യം ആലോചിച്ചിട്ട്, ഇതിലൊക്കെയാണ് നമ്മളെ ചിന്തകൾ കിടക്കുന്നുണ്ടാവുക. അപ്പോ നമ്മൾ ഒന്നുകിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഇനിയിപ്പോ ഇതെന്താവാ, അല്ലെങ്കിൽ ഇന്ന കാര്യം ഉണ്ടാവും. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ പാടില്ല എന്നുള്ളതല്ല, ആലോചിക്കണം. പക്ഷെ ആ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് അതിൽ മാത്രം മുഴുകിയിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പലർക്കും എന്ത് വരുന്നത്, കുറെ ഫിയർ വരുന്നത്, വേണ്ടാത്ത ആൻസൈറ്റി തോട്ട്സ് വരുന്നത്, ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നം വരുന്നത്, വേണ്ടാത്ത ചിന്തകൾ കാര്യങ്ങളിൽ പോയിട്ട് ഡിപ്രഷനിലേക്കും ഇതിലൊക്കെ പോകുന്നത്. ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫ്യൂച്ചറിൽ അല്ലെ നടക്കാൻ സാധ്യത ഇല്ലാത്ത ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മൾ അതെങ്ങാനും ഇങ്ങനെ നടന്നാലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഉണ്ടാവും ഒരു ഇതിൽ. പക്ഷെ അതിന് പകരം ആ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ട കാര്യം, ആ നേടിയെടുക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഈ പ്രസന്റ് മൊമെന്റിൽ ആ ഫ്യൂച്ചറിലെ വേണ്ട കാര്യത്തിന് വേണ്ടി നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഇപ്പൊ എടുക്കാം. അല്ലാണ്ട് അപ്പൊ എന്ത് നടക്കും എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് ചിന്തിച്ച് കൂട്ടി എന്താണ് നമ്മൾ വേറെ എവിടെക്കോ എത്തിയിട്ട് നമ്മളെ മൈൻഡും അല്ലെ നമ്മളെ ബോഡിയും കംപ്ലീറ്റ് ഔട്ട് ആക്കിയിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടില്ല. ഫ്യൂച്ചറിൽ അതിനൊരു ബെനിഫിറ്റും ഇല്ല, പ്രസന്റ് മൊമെന്റിൽ അതിന് ബെനിഫിറ്റ് ഉണ്ടോ അതും ഇല്ല. അപ്പോ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമ്മൾ മാക്സിമം എന്താ ചെയ്യാ, പ്രസന്റ് മൊമെന്റിൽ അറിഞ്ഞ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുന്നേ ഒരു മൈൻഡ്ഫുൾ ഇൻസൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ള കാര്യം. ഇന്റൻഷൻ സെറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന, അത് എല്ലാവർക്കും ഒന്നും അത്ര എളുപ്പമല്ല, ഈസി അല്ല. നമ്മൾ പറയും ലൈവ് ഇൻ ദിസ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന സമയത്തും അത് അത്ര ഈസി ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്തേ എടുക്കണം. കാരണം മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഡെയിലി 70,000 ചിന്തകളിലൂടെ കടന്നു പോകും. 70,000 ചിന്തകളാണ് ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരു ദിവസം. അപ്പൊ അതിൽ കൂടുതലും നമ്മളെ പാസ്റ്റും നമ്മളെ ഫ്യൂച്ചറും അങ്ങനെ ഒരുപാട് നമ്മളെക്കാളും നമ്മൾ ബാക്കിയുള്ളവരും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ചിന്തകളെ പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഈ മൊമെന്റിൽ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മളത് എന്താക്കാം, നമ്മളെ ചിന്തകളെ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. മെഡിറ്റേഷൻ ആവട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആവട്ടെ, നമ്മൾ അഫർമേഷൻ പ്രാക്ടീസ് ആവട്ടെ, വിഷ്വലൈസേഷൻ, ഇതുപോലെയുള്ള നമ്മളെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ് ചെയ്യുന്നത് നമ്മളെ തോട്ടിനെ ഒറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ ഈ ഒരു നമ്മളെ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളത്, അതിലേക്ക് നമ്മളെ ലൈഫ് മൊത്തത്തിൽ ആ ഒരു രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അറിഞ്ഞ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറിഞ്ഞ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമോ ഇങ്ങനത്തെ ഈ ചിന്തകൾ കൊണ്ട് നമുക്ക് വേണ്ടാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരില്ല. പിന്നെ പോരാത്തിന് നമ്മളെ ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മീൻസ് മൈൻഡിലെ തോട്ട് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ കട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് കിട്ടും. മെന്റൽ ക്ലാരിറ്റി കൂടും ഈ ജേർണലിംഗ് പ്രാക്ടീസും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല ഗൈഡൻസും കാര്യങ്ങളും കിട്ടാൻ തുടങ്ങും. ഫ്യൂച്ചറിൽ ഇന്നൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്പ് എനിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റും, അപ്പൊ ആ സ്റ്റെപ്പ് എന്തെടുക്കാൻ പറ്റും എന്നുള്ളതിന് നല്ല ഗൈഡൻസ് കാര്യങ്ങൾ നമ്മളെ ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കാര്യങ്ങൾ കത്താൻ തുടങ്ങും. ഈ മൊമെന്റിൽ നമ്മൾ ജീവിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത തോട്ട്സ് കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും.
അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാം. ചില സമയത്ത് നമ്മൾ കൺട്രോൾ അല്ലാണ്ട് ചിന്തകൾ പോയി പോകും, അത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് എപ്പ അത് നമ്മള് അങ്ങനെ പോയി കയറി 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 ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും, ഞാനിത് എന്തിനാ ഇങ്ങനെ ചിന്തിച്ചു പോയി എന്നുള്ള രൂപത്തിൽ നമുക്ക് അല്ല ഇപ്പൊ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് തൊട്ട് കാര്യങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ ചിന്തല പിടിച്ചു കൊണ്ടുവരിക. അപ്പൊ എപ്പോഴാണ് നമ്മൾ അവെയർ ആവുന്നത്, ആ അവെയർ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഈ ഒരു മൊമെന്റിലേക്ക് നമുക്ക് ചിന്തകൾ കാര്യങ്ങൾ കൊണ്ടുവരണം. ഇത്തരത്തിൽ ഈ പ്രസന്റ് മൊമെന്റിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അങ്ങനത്തെ ആളുകൾക്കാണ് കൂടുതൽ ഈ മറവി പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ശരീരം ഇവിടെ ഉണ്ട്, മനസ്സ് വേറെ എവിടെയോ ആണ്. അപ്പോ നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ പോയിട്ടുണ്ടാവും. ബെഡ്റൂമിൽ എത്തുമ്പോ എന്താ ഓർമ്മ ഉണ്ടാവില്ല, എന്തിനു വേണ്ടിയിട്ട് ഇരുന്ന് ബെഡ്റൂമിൽ പോയത്, ഇതിപ്പോ എന്തോ സാധനം എടുക്കാനല്ല ഞാൻ പോയത്, അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ അടുത്ത് പോയിട്ടേക്കും എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ എന്തായിരുന്നു ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ അങ്ങാടി പോകും സാധനം വാങ്ങി കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഓർമ്മ ഉണ്ടാവില്ല എന്തിനിപ്പോ ഞാൻ വന്നത്. കാരണം നമ്മളെ ചിന്ത വേറെ ഉടക്കോ ആണ്, നമ്മൾ പ്രസന്റ് മൊമെന്റിലല്ല. അപ്പൊ നമ്മളെ ചിന്തകൾ പാസ്റ്റിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വരുന്നത്, പാസ്റ്റില് ഏറ്റവും കൂടുതൽ പാസ്റ്റിൽ നല്ല നല്ല മെമ്മറീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കാര്യങ്ങൾ കിട്ടിയിട്ട് അത് നമ്മളെ ഫ്യൂച്ചറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കൂടുതൽ എനർജി കാര്യങ്ങളൊക്കെ തരും. പക്ഷെ അത് ഓൾവേസ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല നിമിഷങ്ങൾ മാത്രം ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ എനർജി നമുക്ക് ആക്സസ് ചെയ്തെടുത്തിട്ട് ആ എനർജിയിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചത്, നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തങ്ങള്, നമ്മളൊക്കെ വിഷമകരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥകൾ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചത്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നമ്മളെ തോട്ടിൽ എന്ത് വരും, ആ ചിന്തകൾ കൂടി 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 ആ ചിന്തകൾ എന്താണ് എനർജി ആണെന്ന് അറിയാലോ. അപ്പൊ ആ ചിന്തകൾ എനർജിയാണ്, പിന്നെ അത് നെഗറ്റീവായിട്ടുള്ള തോട്ടാണ്. നെഗറ്റീവ് ചിന്തകൾ, ഈ ദേഷ്യമാവട്ടെ വെറുപ്പാവട്ടെ, നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഫെയിലിയേഴ്സ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കളെ കുറിച്ചിട്ടുള്ള വേവലാതികള്, ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ മാത്രം ആലോചിക്കുന്ന സമയത്ത് നമ്മളെ എനർജി കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറും, കംപ്ലീറ്റ്ലി ആ നെഗറ്റീവ് എനർജി ആയിട്ട് മാറിയിട്ട് വീണ്ടും ആ നെഗറ്റീവ് എക്സ്പീരിയൻസിനെ നമ്മളെ ലൈഫിലേക്ക് നമ്മളെങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പോ ഈ മൊമെന്റിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെല്ലാരും ട്രൈ ചെയ്ത് തുടങ്ങുക. ഈ മൊമെന്റിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് പറയുന്നത് അല്ലെ, നിസ്കാരത്തിന് തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. പലപ്പോഴും പലരും ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു പ്രശ്നം, നിസ്കരിച്ച് കഴിഞ്ഞാലായിരിക്കും അറിയുന്നുണ്ടാവും നിസ്കാരത്തിൽ തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ, ആ മൊമെന്റിലല്ല, അത് അറിഞ്ഞനുഭവിച്ചല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചു, നിങ്ങളെ ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സറിഞ്ഞാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അറിഞ്ഞാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നുണ്ടാവും, നമ്മളെ ശരീരം ഉണ്ടാവും, നമ്മളെ മനസ്സ് പക്ഷെ അവിടെ അറിയുന്നുണ്ടാവില്ല. മനസ്സ് വേറെടുത്തും നമ്മള് വേറെടുത്തും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മനസ്സും ശരീരവും ഒരുമിച്ച് നമ്മൾ ആ കാര്യം ചെയ്യുന്ന സമയത്താണ് അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് കാര്യങ്ങൾ കിട്ടുക. അപ്പൊ ചില സമയത്ത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ മതി, ഭക്ഷണം കൊടുക്കൽ എന്നുള്ളത് നിർബന്ധമായ പ്രോസസ്സ്, പക്ഷെ അതിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ പല പണി ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ തിരക്ക് കൂട്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ മക്കൾ എന്തെങ്കിലും കച്ചറാക്കി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ദേഷ്യം പിടിച്ച് ഇതാക്കി അങ്ങനെയൊക്കെ ആയിരിക്കും കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും, നമുക്ക് വേറെ അപ്പുറത്ത് എന്തെങ്കിലും പണി ഉണ്ടാവും. അപ്പൊ അതിനോട് കൂടെ എന്തെയാണ് നമ്മള് ഇത് എടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്തായാലും അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അത് നമ്മള് പർപ്പസിൽ പെട്ടൊരു കാര്യമായിരിക്കും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ദേഷ്യം പിടിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേജാറാക്കിയിട്ടോ ആ കാര്യം ചെയ്യുന്നത് എന്ത് ചെയ്യൂല, നമ്മൾ ആ ചെയ്യുന്ന കാര്യം കൂടി മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളെ ലൈഫിന് ഒരുവിധം നമ്മളെ ലൈഫ് നിർണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം താൻ പാതി ദൈവം പാതി എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ പറയും എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ, പക്ഷെ ദൈവം എന്ത് തന്നിട്ടുണ്ട്, ഒരുപാട് കഴിവുകൾ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മൈൻഡ് പവർ, മനസ്സിന്റെ ശക്തി നമുക്ക് അകത്ത് വെച്ച് തന്നിട്ടുള്ളത്.
ഒരുവിധം നമ്മുടെ ലൈഫ് കാര്യങ്ങൾ നമുക്ക് ഈസി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ലൈഫ് നേരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് മാറ്റും. അപ്പൊ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും ഏതായാലും നമ്മൾ ചെയ്യാണ്. അപ്പൊ ചെയ്യുമ്പോൾ അത് അറിഞ്ഞ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മളൊരു പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ അപ്പൊ ബാക്കിയുള്ള അവരിങ്ങനെ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ പറഞ്ഞത്, അതും ഇതൊക്കെ ആലോചിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കുളിക്കുന്ന സമയത്ത് നോക്കിയാൽ മതിയോ, കുളിച്ചു കഴിയുന്നതും നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. വെള്ളം ഒഴിക്കുന്നതോ സോപ്പ് ഒഴിക്കുന്നതോ ഒന്നും നമ്മൾ അറിയുന്നുണ്ടാവില്ല. ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുളിച്ച് കഴിഞ്ഞു പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കുളിച്ച് എന്നുള്ള ഒരു ഫീല് കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഈ ഫോണ് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ഫീല് കിട്ടൂല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അത് എന്ത് ആക്ടിവിറ്റി ആണ്, അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, ആ മൊമെന്റിൽ നിന്നുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് അതിനൊരു ഇന്റൻഷനും കൂടി സെറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ആ ഒരു മൊമെന്റിൽ ഇരുന്നിട്ട് ജീവിക്കാന്നുള്ളതിന് ആ ഒരു ഇതിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. മീൻസ് അതിൽ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അറിഞ്ഞ് ചെയ്യണം. അത് എന്ത് ചെയ്യണം, അതിൽ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ജിമ്മിൽ പോകും, നല്ല നല്ല ഭക്ഷണം കൊടുക്കും, നല്ല മേക്കപ്പ് ഇടും, നല്ല ഡ്രസ്സ് ഇടും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷെ മനസ്സിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ആ മനസ്സിന് വേണ്ടിയിട്ടും കൂടി ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്താൽ മാത്രമേ നമ്മളെ ലൈഫ് എന്തായിട്ട് പോകുള്ളൂ, നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ പ്രശ്നങ്ങൾ വരുന്നോണ്ടേ നമ്മളെ മൈൻഡാണ് നമ്മളെ ഇന്നർ വേൾഡ് എന്ന് പറയുന്നത്, നമ്മളെ ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷനാണ്. ഉള്ളിലുള്ള കാര്യങ്ങൾക്കുള്ളതിന്റെ റിഫ്ലക്ഷൻ ആണ് പുറത്തുള്ളത്. അപ്പൊ നമ്മൾ പുറത്ത് കാണിക്കുന്ന നമ്മുടെ സ്വഭാവം എന്താവട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് നമ്മളോട് കാണിക്കുന്ന സമയത്ത് നമുക്ക് വിഷമകരമായിട്ടുള്ള അവസ്ഥകളോ കാര്യങ്ങളോ തോന്നുന്നുണ്ട്, ബാക്കിയുള്ളവരുടെ സ്വഭാവം അത് അവരെ പ്രശ്നം കൊണ്ടല്ല, നമുക്കകത്ത് ഉള്ളത് കൊണ്ടാണ്. നമുക്കകത്ത് ആ ഒരു സ്വഭാവം കാര്യങ്ങൾ നമ്മുടെ അകത്തുള്ളതുകൊണ്ട് നമ്മളറിയാം, ഓരിന്നെ ദേഷ്യം പിടിപ്പിച്ചതുകൊണ്ടല്ലേ ഞാൻ, അല്ലെങ്കിൽ ഓരിന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. ആ ദേഷ്യം എന്നുള്ള സാധനം നമ്മൾ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് അത് പുറത്ത് വന്നിട്ടുള്ളത്, അല്ലാണ്ട് വെറുതെ അല്ല അത് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യട്ടെ, അത് എത്ര ചെറിയ കാര്യമാവട്ടെ. ഇപ്പൊ നമ്മൾ ഒന്ന് വീട്ടിൽ ക്ലീനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ എക്സാമ്പിൾസ് പറയുന്നത്. നിങ്ങൾ നിങ്ങളെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോ നമ്മൾ വീട്ടിൽ ക്ലീനിങ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിന്റെ സമയത്ത് നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നത്, നമ്മൾ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ എന്റെ വീടും അതേപോലെ വീട് ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം എന്റെ മനസ്സും എന്റെ ശരീരവും കൂടിയാണ് ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നത് എന്നൊരു ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ഓരോ ഭാഗം ക്ലീൻ ആക്കി വരുന്ന സമയത്ത് ആ ക്ലീനിങ് കഴിയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഒരുപാട് ഭാരം ഒഴിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് മൈൻഡ്ഫുൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത് അറിഞ്ഞ് ചെയ്യാണ്, ആ ഓരോ കാര്യം നമ്മൾ അറിഞ്ഞ് ചെയ്യാം. ഒരു പാത്രം കഴുകുന്ന സമയത്തല്ലേ, പാത്രത്തിലെ ഓരോ കാര്യം നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ഇത് ഞാൻ എന്റെ മനസ്സും കൂടിയാണ് ഇതിനെ വൃത്തിയാക്കുന്നത് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ എന്റെ ലൈഫിലുള്ള എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വേണ്ടാത്തത് കിടക്കുന്നത്, അതാണ് ഞാൻ വൃത്തിയാക്കുന്നത് എന്ന രൂപത്തിൽ നമ്മളത് അറിഞ്ഞ് ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ചെയ്ത ആക്ടിവിറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. ഫുഡ് കഴിക്കുന്ന സമയത്തല്ലേ, കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ല ഒരു എനർജി കാര്യങ്ങൾ കിട്ടാൻ. ശരിക്കും എന്തിനാ ഫുഡ് കഴിക്കുന്നത്? എന്തിനാ നമ്മൾ ഫുഡ് കഴിക്കുന്നത്? എന്തിനാ വേണ്ടിയിട്ടാ? നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിട്ടാ. നമ്മൾ അറിയുന്ന പോലില്ല ഫുഡ് അടുത്തെത്തുന്നതോ ഫുഡ് നമ്മളെ അകത്തേക്ക് എത്തുന്നതോ അത് നമ്മുടെ ശരീരത്തിൽ എത്ര നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ബ്രീത്ത് എടുക്കുന്നതാവട്ടെ, ഹേർട്ടിന്റെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, നമ്മളകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ്, നമ്മളെ കോടാനുകോടി കോശങ്ങൾ ഒരു നിമിഷം എത്രത്തോളം ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യുന്നു, അതൊന്നും നമുക്ക് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പുറത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ അവിടെ നടന്നോളും. നമുക്ക് വേണ്ട സമയത്ത് കുറച്ച് ഫുഡ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, മീൻസ് വെള്ളം കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായി ഒന്ന് സൂക്ഷിച്ചു കൊണ്ട് നടക്കുക, അത് മാത്രം ചെയ്താൽ മതി. ബാക്കിയൊക്കെ അവിടെ ചെയ്യാൻ അവിടെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ താളം തെറ്റുന്ന സമയത്താണ് ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നത്. വേണ്ട വിധത്തിൽ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ താണ്ട വിധത്തിൽ വെള്ളം കൊടുക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽത്ത് നമുക്ക് എപ്പോഴും മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ നല്ല ഹെൽത്തി ഫുഡ് ആയിരിക്കും കഴിക്കുന്നുണ്ടാവാം,
ഭയങ്കര ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ നല്ല കലോറി കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഫോണിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയിലേക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരത്തിലേക്കും. അങ്ങനെ ഫുഡ് കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അതിന്റെ ആ ഈറ്റിങ്ങിന്റെ ആ ഒരു ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്തും ഇന്റൻഷൻ വെച്ച് ചെയ്യുമ്പോഴാണ് അല്ലെ ഇന്നമല്ല അമാലു ബിന്നിയാത്ന അല്ലെ, ഏതൊരു പ്രവൃത്തിയും അതിന്റെ നീയത്തിനനുസരിച്ചിട്ടാണ് ഏതൊരു പ്രവൃത്തിയും ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ പറയല്. മീൻസ് ഇന്റൻഷൻ എന്താണോ അതിനനുസരിച്ചിട്ടാണ്. അപ്പോ നമ്മൾ എന്ത് ഇന്റൻഷൻ വെച്ചിട്ടാണോ നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് എന്ത് കാര്യം നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഇത് എന്ത് ഇന്റൻഷൻ വെച്ചിട്ടാണ് ഞാൻ എന്ത് ഇന്റൻഷൻ വെക്കാനുള്ളത് അല്ലെ. ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇന്റൻഷൻ വെക്കണം. നമ്മളൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ഇന്റൻഷൻ വേണം അല്ലെ. ഞാനിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, വീക്ക്ലി വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രീ സെഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എനിക്കൊരു ഇന്റൻഷൻ ഉണ്ട് അല്ലെ. അറിവിലൂടെ ഒരുപാട് ആളുകളിലേക്ക് വിളിച്ചെത്തിക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും അതിന് ഇന്റൻഷൻ വേണം. അപ്പൊ ഫുഡ് കഴിക്കുന്ന സമയത്തും അതിന് ഇന്റൻഷൻ വേണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് ഞാൻ എന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഓരോ ഭക്ഷണം അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഭക്ഷണം ആ ഫുഡ് അല്ലെ, നമ്മളെ മുന്നിൽ ആ ഫുഡ് എത്താൻ കാരണമായിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ആ സമയത്ത് ഓർക്കും അല്ലേ. ആ ഭക്ഷണം പാകം ചെയ്ത് നമ്മളെ മുന്നിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഫാമേഴ്സ് മുതൽ അല്ലെ അവിടം തൊട്ട് കടയിലെത്തി, കടയിൽ നിന്ന് നമ്മൾ വീട്ടിലെത്തി, അത് വീട്ടിൽ പാകം ചെയ്ത് നമ്മളിലേക്ക് എത്തിയ ഒരുപാട് ആളുകളെ നമ്മൾ ഓർത്തിട്ട് അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അല്ലെ, നമുക്ക് ഇപ്പോ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ ഇതിനു വേണ്ടിയിട്ട് എപ്പോ പണി തുടങ്ങിയിരിക്കണം, ഇതിനു വേണ്ടിയിട്ട് എപ്പോ ആളുകളെ സെറ്റ് ആക്കിക്കണം, ഈ കാര്യങ്ങളൊക്കെ ഓർക്കൊക്കെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞ് നമ്മൾ ആ ഒന്ന് അറിഞ്ഞ് ഭക്ഷിക്കുന്ന സമയത്ത് അത് നമുക്ക് മോർ എന്ത് തരും, ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ എനർജിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്കത് മോർ ആൻഡ് മോർ ഹെൽത്ത് തരും, നല്ല ആരോഗ്യം കാര്യങ്ങൾ തരും. അതല്ലാണ്ട് ചെയ്യുന്നതിനേക്കാൾ മോർ പവർഫുൾ ഹെൽത്ത് ഇത് എന്ത് കിട്ടും, കാരണം എനർജി, നമ്മൾ ഒരു കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള എനർജി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സംസാരിക്കുന്ന കാര്യം നമ്മൾ ആ ഫുഡിലേക്ക് ആ എനർജി നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കഴിച്ച ഭക്ഷണം എത്ര ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ കൂടി അതിൽ നിന്നും അല്ലെ നിങ്ങൾ എടുത്ത എനർജി എന്ന് പറഞ്ഞത്, നിങ്ങൾ ആ പറഞ്ഞ എനർജിയാണ് നിങ്ങൾ അകത്ത് ശരീരത്തിലേക്ക് മൊത്തം നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നമ്മളെ ഹെൽത്ത് വീക്ക് ആവാണ്ടിരിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ല ഹെൽത്ത് ഡിസീസസ് കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെ നമുക്ക് കണ്ടു തുടങ്ങുന്നത് എന്തുകൊണ്ടാ, ഏറ്റവും കൂടുതൽ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ, ഇതുപോലുള്ള പ്രാക്ടീസിങ്ങും കാര്യങ്ങൾ നമ്മൾ നല്ല നോക്കിയിട്ടേക്കും. ഫുൾ ഡയറ്റ് ആയിരിക്കും, നല്ല ഭക്ഷണം ഹെൽത്തി ഫുഡ് നോക്കുന്നുണ്ടാവും, ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ പ്രത്യേകം ദിവസങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അങ്ങനെയൊക്കെ നോക്കിയിട്ടും എന്നാലും ഉണ്ടാവും ഹാർട്ട് അറ്റാക്ക് വരുന്നത്, കിഡ്നിക്ക് പ്രോബ്ലം വരുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. കാരണം മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ല അത്. ആക്ച്വലി അവിടെ നമ്മളെ മൈൻഡ് നമ്മളെ ബോഡി അതിനപ്പുറത്തേക്ക് ഒരു എനർജി കൂടി ഉണ്ട്, പോളാർ എനർജി. ആ എനർജി സയൻസ് കൂടി നമ്മൾ പഠിക്കണം, അപ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും, ഫുഡിന്റെ കാര്യം മാത്രമല്ല, അങ്ങനെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കുളിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞ് നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നതും സോപ്പ് വയ്ക്കുന്നതും അത് നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന സമയത്ത് കുളി കഴിഞ്ഞാൽ നമുക്കൊരു കുളിച്ച ഒരു പോസിറ്റീവ് എനർജി കിട്ടും. കാരണം വെള്ളത്തിന് പറഞ്ഞാൽ അത്രത്തോളം എനർജി റീഡ് ചെയ്യാനുള്ള, എനർജി ക്ലിയർ ചെയ്യാനുള്ള ഒരുപാട് കഴിവ് ഈ വെള്ളത്തിനുണ്ട്. വെള്ളത്തിന് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കഴിവുകൾ. വെള്ളത്തിന് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് എനർജി ആണോ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ എനർജി ആ വെള്ളത്തിൽ ഉണ്ടാവും. നമ്മൾ കുളിക്കുന്ന സമയത്ത് ചിന്ത വേറെ എവിടെയോ ആണ്, ചിന്തകൾ എനർജിയാണ്, ആ എനർജിയാണ് ആ വെള്ളത്തിന് ഉണ്ടാവുക. കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രഷ് ഫീലിങ്ങും കിട്ടൂല, കാരണം നമ്മുടെ ചിന്ത വേറെ എവിടെ പോവാണ്. അപ്പൊ മൈൻഡ്ഫുൾ ആയിട്ട് എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും, അത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലാവട്ടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പൈസ ഉണ്ടാക്കാന്നുള്ള ഇന്റൻഷനിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു സെർവിങ് കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്റൻഷൻ വെച്ചിട്ട്, ആ പൈസ എന്നുള്ള ഇന്റൻഷനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കൊക്കെ ഇന്റൻഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക്
ഇപ്പൊ നമ്മളെ ബിസിനസ്സിൽ ചെറിയൊരു കട കാര്യങ്ങൾ അങ്ങനെ ചെറിയ കച്ചവടം നടന്നിട്ടുള്ളെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ ആ നല്ല ഇന്റൻഷനോട് കൂടിയിട്ടാണ് അല്ലെ, ഞാൻ ഇന്ന ആൾക്കാർക്ക് ഇന്ന കാര്യം സെർവ് ചെയ്യാനാണ് ഇന്ന് അല്ലെ. ഇന്നിപ്പോ നമ്മളെ കടയിൽ ഇത്ര ആൾക്കാർ വന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോയി, അത്രയും ആളുകൾക്ക് ആ സാധനം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നിന്റെ ഡ്യൂട്ടി, ഇന്നിന്റെ പർപ്പസ്. അതിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്ര കുറച്ചാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇന്ന് എന്റെ ക്രിയേറ്റർ ഇന്നെ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾക്ക് കൊടുക്കാനാണ് നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എന്നുള്ള ആ രൂപത്തിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന സമയത്ത് അതിനാണ് എന്ത് പറയുന്നത്, ഓരോ കാര്യവും അറിഞ്ഞ് ചെയ്യുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ പറയുന്നത് ലിവ് ഇൻ ദിസ് മൊമെന്റ്, ഈ മൊമെന്റിൽ നമ്മൾ ജീവിക്കാന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോ നമുക്ക് ആവശ്യമില്ലാത്ത ഈ മറവികൾ ഉണ്ടാവില്ല. കാരണം ചിന്തകൾ വേറെ എവിടെയോ കിടക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്ത മറവികൾ, അനാവശ്യമായി മറവികൾ കാര്യങ്ങൾ വരുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങൾ വരുന്നത്. ഈ അമേരിക്കൻ ഇതിലെ സൈക്കോളജിക്കൽ സ്റ്റഡീസില് 2030 കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് മാനസിക രോഗങ്ങൾ കൊണ്ടാണെന്ന് ആ സ്റ്റഡീസ് പറയുന്നത്. മാനസികമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് എന്ന് ഒരു റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായിട്ടുണ്ട്. അപ്പൊ അതിലെന്താന്ന് പറയുന്നത് വെച്ചാൽ, കാരണം നമ്മളെ തോട്ട്, നമ്മളെ ചിന്തകൾക്ക് അത്രത്തോളം പവർ ഉണ്ട്. പക്ഷെ ആ പവർ കൂടുതലായിട്ടും മനുഷ്യർ ഉപയോഗിക്കുന്നത് അവരെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരെ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ആ വിജയത്തിൽ നേരെ സപ്രസ് ചെയ്യാൻ വേണ്ടത് നമ്മളെ എന്താണ് പൊളിച്ച് തരിപ്പണാക്കി നമ്മളെ ജീവിതം അങ്ങനെ എന്താക്കാം, മീൻസ് ആകെ പൊട്ടി തകർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ നമ്മളെ തോട്ട്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേ ചിന്തകൾ കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമ്മളെ തോട്ട് പാറ്റേൺസ് ചേഞ്ച് ചെയ്താൽ മതി. വെറും നമ്മളെ ചിന്തകളിൽ ചേഞ്ച് വരുത്തിയാൽ മതി നമ്മളെ പുറത്തെ ഇതിനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മളെ തോട്ട് പാറ്റേൺസ് ചേഞ്ച് ചെയ്യുന്നത് അതിലൂടെ. നമ്മളെ ചിന്തകളുടെ പാറ്റേൺസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പുറത്ത് എന്തൊക്കെയാണോ, മണി പ്രോബ്ലം ആണോ, റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണോ വരുന്നത്, മീൻസ് ഹെൽത്ത് ഇഷ്യൂസ് ആണോ, ഹെൽത്ത് ഇഷ്യൂസ്, ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഓൾമോസ്റ്റ് 99% ഹെൽത്ത് ഇഷ്യൂസും മനോജന്യ രോഗങ്ങളാണ്, സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ്. അതിന്റെ ഒക്കെ റൂട്ട് വരുന്നത് മനസ്സിലാണ്. അതുകൊണ്ടാണ് എത്ര ഗുളിക കുടിച്ചിട്ടും നമുക്ക് അസുഖങ്ങൾ പിന്നെയും മീൻസ് പിന്നെയും വരുന്നോണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും മാറാത്ത അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട് അല്ലെ. ആക്ച്വലി അതിന്റെ ഒക്കെ റൂട്ട് കോസ് കിടക്കുന്നത് നമ്മളെ മൈൻഡിലാണ്, നമ്മുടെ എനർജി ബോഡിയിലാണ് കിടക്കുന്നത്. എനർജി അവിടെ പോയിട്ട് ശരിയാക്കാത്തതുകൊണ്ടാണ് നമുക്ക് കാലാകാലം നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെ, ഏതൊരു കാര്യം നമ്മൾ അത്രത്തോളം മൈൻഡ്ഫുൾ, അതിപ്പോ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അല്ലാത്ത പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഏത് ആളുകളായിക്കോട്ടെ, നമ്മൾ ആ മൊമെന്റിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട് പഠിക്കാം. പഴയ കാര്യങ്ങൾ അതോ ഇതോ ആലോചിച്ചിട്ട് നമുക്ക് ഒരു കാര്യമില്ല. പക്ഷെ നമുക്ക് പഴയ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. നമ്മളെ ലൈഫിൽ സംഭവിച്ച അതിൽ നിന്നുള്ള മെസ്സേജസ് നമുക്ക് എടുക്കാം. ഫ്യൂച്ചറിലേക്ക് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ നിന്നും നമുക്ക് പല പാഠങ്ങളും പഠിക്കാം. പക്ഷെ അത് തന്നെ ആലോചിച്ചിരിക്കുന്ന വെച്ച് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമില്ല എന്ന് മനസ്സിലാക്കാം. ഈ പഴയ നമ്മളെ വിഷമകരമായിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളും. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പക്ഷെ ഫ്യൂച്ചറിനെ മാത്രം കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെട്ട, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന പ്രശ്നം. ആ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തിപ്പ ചെയ്യാൻ പറ്റും അത് നമ്മൾ ആലോചിക്കാം. ഫ്യൂച്ചറിൽ ഇന്ന ദിവസം ഇന്ന നിലയിൽ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ എനിക്ക് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് പറഞ്ഞ് ആലോചിച്ച് എവിടക്കോ എത്തി എന്നിട്ട് എന്ത് ചെയ്യും, ഒന്നും ചെയ്യാണ്ട് നോക്കി കുത്തരും അവിടെ ഇരിക്കും. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് അല്ലെ, ആ കൃത്യസമയത്ത് വെറുതെ വേണ്ട ആവശ്യമില്ലാത്ത ചിന്തകൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് അപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂച്ചറിലേക്ക് ആ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് നേടിയെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ എത്താൻ പറ്റും. മീൻസ് നമുക്ക് നല്ലൊരു വീട് ഉണ്ടാക്കണം, അതാണ് നമ്മൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, എന്നാലും ഇപ്പൊ എന്നെ കൊണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു വീടൊക്കെ വെക്കാൻ പറ്റുമോ, എനിക്കിപ്പോ അതിന് മാത്രം നല്ല സാലറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാലോ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ ഇതും കൊണ്ട് അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ഫ്യൂച്ചർ എത്രയോ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ എത്ര പൈസ അതിന്റെ ചെലവുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി കണ്ടുപിടിക്കാൻ എന്തോരം പണിയാന്നൊക്കെ പറഞ്ഞ് നമ്മളത് ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പൈസ വേണമെന്നുണ്ടെങ്കിൽ ആ പൈസ ഉണ്ടാക്കാൻ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, ആ തോട്ട് ഇട്ടിട്ട് ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി അല്ലെ. നമുക്ക് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാ, നമ്മുടെ ലൈഫിലെ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാ.
നമ്മൾ സമയത്തിന് കണക്ക് പറയേണ്ടി വരും, സമയത്തിന് കണക്ക് പറയേണ്ടി വരും എന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. ആ ഓരോ നിമിഷവും നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. വെറുതെ സമയം കളയാണ്ട് അല്ലെ, ആ ഓരോ നിമിഷവും നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മളെ ചിന്തകളെ പ്രൊഡക്റ്റീവ് ആക്കിയാൽ തന്നെ നമ്മളെ വാക്കുകളും നമ്മളെ പ്രവർത്തനങ്ങളും ഒക്കെ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ അതിന് തുടക്കം മാറ്റം വരുത്തണം, ലൈഫിൽ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ആദ്യം തുടങ്ങേണ്ടത് ചിന്തകളിൽ നിന്നാണ്. കാരണം മനസ്സിൽ മാറ്റം വരുത്തിയിട്ടേ പുറത്ത് മാറ്റം വരുത്തുള്ളൂ. അല്ലെ, അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അകം നന്നാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറം ഞാൻ നന്നാക്കി തരാം എന്ന് നമ്മുടെ ക്രിയേറ്റർ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ അകം നന്നാക്കിയാൽ മതി, പുറം ഞാൻ നന്നാക്കി തരാന്ന് പറഞ്ഞത്. കാരണം അകത്താണ് അതിന്റെ റൂട്ട് എടുക്കുന്നത്. അവിടെ നമ്മൾ നന്നാക്കി കൊടുത്താൽ മതി, പുറം താനെ നന്നായിക്കോളും. അത്തരത്തിലാണ് നമ്മളെ മൈൻഡിനെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് പവർ കാര്യങ്ങള് നമ്മളെ ഉള്ളില് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യ മനസ്സിനകത്താണെന്ന് പറയുമ്പോ അല്ലെ, അത്രയും പവിത്രമായിട്ടുള്ള ഒരു സ്ഥാനം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രത്തോളം പവർ അവിടെ ഉണ്ട് അല്ലെ. ദൈവികമായിട്ടുള്ള പവറാണ്, ഡിവൈൻ പവറാണ് എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മളെ കോൺഷ്യസ്ലി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് ഹ്യൂമൻ പവറാണ് കോൺഷ്യസ് മൈൻഡിനുള്ളത്. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളത് ഡിവൈൻ പവറാണ്. അത് ഉണർത്തുന്ന സമയത്ത് നമുക്ക് കഴിയില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, അത് വേണ്ട വിധത്തിൽ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിനൊക്കെ ട്രെയിനിങ് അത്യാവശ്യമാണ്. ഇന്ന് വന്ന് നാളെ കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാന്നുള്ളതല്ല, അതിന് കൃത്യമായ ഗൈഡൻസോട് കൂടിയിട്ട് നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുക്കണം. പേഷ്യൻസ് നിർബന്ധമാണ്, വിശ്വാസം നിർബന്ധമാണ് അവിടെ. അത്തരത്തിൽ നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൊമെന്റിൽ ഓരോ കാര്യം ജീവിക്കാൻ പറ്റും, നമ്മളെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും, നമ്മളെ ചിന്തകൾ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. ജീവിച്ചു എന്നുള്ള തോന്നൽ വരും. അല്ലാത്തവർക്ക് എന്താ, വെറുതെ അങ്ങ് ജീവിച്ചു പോണ്, എങ്ങനെയൊക്കെ ഇങ്ങനെ പോണം അല്ലെ, അല്ലെങ്കിൽ മരിക്കോളൊക്കെ ജീവിക്കണം എന്ന രൂപത്തിലേക്കും പോകുന്നുണ്ടാവും. അതിനപ്പുറത്തേക്ക് അല്ലെ, ജീവിച്ചു എന്ന് നമുക്ക് തോന്നല് വരണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയണം. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഴിഞ്ഞാൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒന്ന് മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നപ്പോഴാണ് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര ഒരു സുഖം അല്ലെ. മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞ് നമ്മൾ ഒരാളെ സഹായിച്ച് നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മീൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേ, എന്തെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്യേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായിരിക്കും. അതേപോലെ തന്നെ ലൈഫ് എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ അല്ലെ, നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്ത് ജീവിച്ചു എന്ന തോന്നൽ വരണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഡെയിലി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മളെ മൈൻഡിനെ കൂടി ഷാർപ്പൻ ചെയ്തിട്ട്, ബോഡിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മൈൻഡിനെ കൂടി ഷാർപ്പൻ ചെയ്ത് മൈൻഡിന് കൂടി ഉള്ളത് കൊടുത്ത് നല്ല അത് നമ്മൾ സെറ്റ് ആക്കി കൊണ്ടിട്ടുണ്ടെങ്കിൽ ലൈഫ് നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പൊ ഇന്ന് മുതൽ എന്ത് ചെയ്യാം, ഓരോ നിമിഷവും ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു മൊമെന്റിലേക്ക് നമ്മളെ ചിന്തകളെ കൊണ്ടുവരാൻ കുറച്ച് പണി ഉണ്ടാവും. പക്ഷെ അത് ട്രെയിൻ ചെയ്ത് നമ്മൾ ഇന്റൻഷൻ വെച്ച് ഓരോ ദിവസവും നമ്മളെ മനസ്സിന് ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈഫ് പോസിബിൾ ആണ്. ലൈഫ് ഈസിയാണ്, പോസിബിൾ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ലൈഫ് നല്ല പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും, നമ്മളെ തോട്ടിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും അല്ലെ. നമുക്ക് ജീവിച്ചു എന്നുള്ള അല്ലെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ പറ്റും, സമാധാനത്തോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ പറ്റും. അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ നേടിയെടുത്താൽ മാത്രമല്ല സന്തോഷം സമാധാനം കിട്ടുക, അത് ഭയങ്കര തെറ്റല്ലേ. നമ്മളൊരു കാർ ആഗ്രഹിക്കുന്ന ആ കാറ് കിട്ടിയാലേ സന്തോഷം, അതൊന്നുമല്ല. ഉള്ളതിലും ഇല്ലായ്മയിലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് അതിലൂടെ നമുക്ക് പറ്റും, നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളോ കാര്യങ്ങളോ പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. മാക്സിമം എന്ത് ചെയ്യാം, ഈ മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് അറിഞ്ഞ് ചെയ്യാൻ പറ്റുക. ഇതൊന്ന് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഈ പ്രയറോ കാര്യങ്ങളോ ചെയ്ത് നോക്കി, നല്ല റിസൾട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രയറിലും കാര്യങ്ങളിലും അല്ലെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ള ഇതും ചിന്തകൾ അവിടെയും ഇവിടെ പോവാന്നുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ആ മൊമെന്റിൽ അറിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടിരുന്നതിന്. അപ്പൊ നമ്മുടെ 5th ബാച്ച് മൈൻഡ് സ്പെക്ട്ര നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ എടുക്കുക കേട്ടോ. ലേഡീസിനുള്ള ബാച്ചാണ് വരുന്നത്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളോ അറിയണം എന്നുള്ളവര് മാക്സിമം വേഗം എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോയാലോ? റെഡിയാണോ?
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഇന്നത്തെ സെഷനെ പറ്റി എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഇതുവരെ ഈ നിമിഷത്തിൽ അല്ലെ, ഈ നിമിഷത്തെ അറിഞ്ഞുകൊണ്ടായിരുന്നോ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? ആയിരുന്നോ? അല്ല. ചാറ്റിലൊന്ന് പറയോ? ആരുമില്ല? അല്ല. അതാണ് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൊത്തം. എന്തല്ല ഇതുവരെ അങ്ങനെ എല്ലാം ജീവിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി മുതൽ ആ ഒരു ഇതിലൂടെ നമുക്ക് അത്തരത്തിൽ നമുക്ക് ജീവിക്കാൻ ശ്രമിച്ചാൽ മതി. നമ്മൾ ഒരുവിധം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ കഴിയും മാറും. ഓക്കെ, അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് കയറുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷന് വേണ്ടിയിട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാം. ചെയറിൽ ഇരുന്നാൽ തന്നെ മതി. ജസ്റ്റ് കണ്ണടച്ച് ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. Again, take a deep breath in. Hold on and breathe out slowly. Open your eyes and come back. With that feeling of gratitude, open your eyes. Okay, meditation experience ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. You can share your feedback. എങ്ങനെ ഉണ്ടായിരുന്നു? മെഡിറ്റേഷൻ നന്നായി ഫീൽ ചെയ്തു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയണമെങ്കിൽ ഫീഡ്ബാക്ക് പറയാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. മാം, ഈ ഗ്രൗണ്ടഡ് ആവുക എങ്ങനെ? ഗ്രൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മെഡിറ്റേഷൻ ഗ്രൗണ്ടഡ് ആവുക. ഗ്രൗണ്ടഡ് ആവാന്ന് ഉദ്ദേശിച്ചതോ? ഗ്രൗണ്ടഡ് ആവാന്ന് ഉദ്ദേശിച്ചത് നമ്മള് ഇപ്പോ നമ്മുടെ ഈ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളെ മൈൻഡിന്റെ പവർ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇപ്പൊ മെഡിറ്റേഷനിൽ നമ്മൾ പോകുന്ന ഒരു ആൽഫ സ്റ്റേറ്റ് ഉണ്ട് അല്ലെ? ആ ആൽഫ സ്റ്റേറ്റ് ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ആ ഡീപ്പ് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എണീക്കാൻ തോന്നില്ല. നമ്മൾ ആ ഒരു ഹാലിൽ അങ്ങ് ഇരിക്കാൻ തോന്നും. ഇപ്പൊ നമ്മളൊരു പ്രയറൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ കൂടുതലായിട്ടും ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഈ ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എണീക്കാനേ തോന്നുന്നു. ആ ഒരു ഫീൽഡ് അങ്ങനെ ഇരിക്കാൻ തോന്നും. ആക്ച്വലി നമ്മളും നമ്മളെ ഡിവൈൻ ആ ഒരു അലൈൻ ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു അലൈൻമെന്റിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണത്. പക്ഷെ അതിൽ മാത്രം നമ്മൾ ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ ഓവറായിട്ട് ഇത് മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഒരുപാട്. ആ ഒരു കാര്യങ്ങൾ മാത്രം. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളങ്ങനെ ഇപ്പൊ കൂടുതലായിട്ട് ആത്മീയപരമായിട്ട് കൂടുതൽ ഇപ്പൊ ഈ സന്യാസിമാരൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ നിന്നൊക്കെ വിട്ട് അങ്ങ് വല്ല ഹിമാലയത്തിലോ അല്ലെങ്കിൽ വല്ല കാട്ടിലോ ഇതിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ധ്യാനത്തിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് റോളുണ്ട്. ഫാമിലി ആയിട്ടുള്ളതുണ്ടാവും, സൊസൈറ്റിയുമായിട്ട് നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടി വെറും ഈ ഒരു ഇതിൽ മാത്രം നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം വി ആർ ഹ്യൂമൻസിനെന്ന് പറയുമ്പോൾ അല്ലെ, നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും കൂടി നമ്മൾ ഇതിലൂടെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ഗ്രൗണ്ടഡ് ആവാന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം മുഴുകി പോവുക എന്നുള്ളതല്ല. നമ്മൾ ചെയ്യുന്ന ഈ നമ്മൾ ഈ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതും നമ്മൾ ഈ അല്ലെ, ഗ്രൗണ്ടഡ് മീൻസ് ഈ എർത്തിൽ ഉള്ള കാര്യങ്ങൾ മീൻസ് ഭൂമിയിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ അതും എന്താണ് നമുക്ക് അവിടത്തേക്കുള്ളതും കൂടിയാണ്. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സെൽഫിലേക്ക് കാര്യങ്ങൾ സെൽഫിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മെഡിറ്റേഷൻ ആവട്ടെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ സെൽഫ് മാത്രം എന്ന് പറഞ്ഞ് മെഡിറ്റേഷനും ജേർണലിങ്ങും നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം ചെയ്തിരിക്കുക എന്നുള്ളത് നമുക്ക് എന്തല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ എന്ത് വേണം? നമ്മളെ ഫാമിലി നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും.
വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയല്, നമ്മളെ സെൽഫ് കെയർ ഇമ്പോർട്ടന്റ് ആണ്, സെൽഫ് ലവ് ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ സെൽഫിനെ മാത്രം നോക്കലല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്, നമ്മളെ നോക്കിയിട്ട് ബാക്കിയുള്ളവരെയും കൂടി നോക്കലാന്ന് പറയാനുള്ള കാരണം. അവിടെ നമ്മളെ മാത്രം നോക്കി പോകുന്ന സമയത്താണ് നമ്മൾ എയറിലാവുന്ന അവസ്ഥയായിരിക്കും. അവിടെ നമ്മൾ ഗ്രൗണ്ടഡ് അല്ല. കാരണം ഗ്രൗണ്ടഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെ കാര്യം മാത്രം നോക്കി നമ്മൾ ആ ഒരു ഹാലിൽ പോകുന്ന അവസ്ഥ. അപ്പൊ അതിനാണ് നമ്മൾ ഗ്രൗണ്ടഡ് എന്ന് പറയുന്നത്. ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ അത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാം. അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ അറിഞ്ഞ് ചെയ്യാം. അതിനെയാണ് ഗ്രൗണ്ടഡ് ആയിട്ട് ചെയ്യാന്നുള്ളതിന്റെ ഇത് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ശിമന മാം ക്ലിയർ ആയോ? ക്ലിയർ. മെഡിറ്റേഷനിലൊക്കെ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആക്കാൻ വേണ്ടിട്ട്. അവിടെ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മൾ അത്രയും കൂൾ ആൻഡ് റിലാക്സ് സ്റ്റേറ്റിൽ പോയിട്ട് പിന്നെ നമ്മൾ ആ ഒരു വേറൊരു എയറിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മൾ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത്. അപ്പൊ അതാണ് അത് അങ്ങനെ പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇനി ആർക്കെങ്കിലും മൈൻഡ് സ്പെക്ട്രന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യുക. നാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇപ്പൊ ജോയിൻ ചെയ്യണോ വേണ്ട അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ അല്ലെ നമ്മളാണ് അല്ലെ പല തീരുമാനങ്ങളും എടുക്കേണ്ടത്. താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളാണ് അവിടെ തീരുമാനം എടുക്കേണ്ടത്. അല്ലെ പെട്ടെന്ന് തീരുമാനം എടുക്കണോ അതോ വൈകിട്ട് തീരുമാനം എടുക്കണോ എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണ്. അവിടെ ആ തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മളെടുത്താണ്. അപ്പോ ഡൗട്ടോ കാര്യങ്ങളോ ഇല്ലാണ്ട് വേഗത്തിൽ ആക്ഷൻ എടുത്ത് നമ്മൾ ഗോൾസ് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.